ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പിടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട് ശരണ്യ. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ ശരണ്യ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനിലൊക്കെയാണ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരുന്നത്. ഒരാളെയും അങ്ങോട്ടേക്ക് അടുപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ശിവേട്ടനൊക്കെ തന്നെ നാട്ടിലെത്തിയതിന് ശേഷം ശരണ്യ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് അടുപ്പിക്കാനേ പറ്റുന്നില്ല. കാരണം എല്ലാവരും ശരണ്യയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരണ്യയെ സ്വാധീനിക്കാൻ ഇതുവരെ തന്നെ ഒരാളെയും സമ്മതിച്ചിട്ടില്ല. ശരണ്യയെ കാണാൻ പോലും അച്ഛനും അമ്മയും ചേട്ടനും മാത്രമാണ് കാണാൻ അനുവാദം കൊടുത്തിരുന്നത്. അല്ലാതെ മറ്റാരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല. ബന്ധുക്കളെ പോലും വിലക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശരണ്യ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തുകയാണ്. ആ സമയത്ത് പോലീസുകാരാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ടൊന്നും ശരിക്കും മൊഴിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അവർ വന്ന സമയത്തൊന്നും ശരണ്യ സംസാരിക്കാൻ അത്രയും മെൻ്റലി തയ്യാറല്ലായിരുന്നു. ആകെ ഡിപ്രഷനിലായിരുന്നു ആ കുട്ടി. അതുകൊണ്ട് അവളുടെ മൊഴിയെടുക്കാനായിട്ടൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്, ഇവരാണ് പ്രതികളെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഒരു തെളിവെടുപ്പ് നടത്താനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശരണ്യെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് പോലീസ്. അന്നേരമാണെങ്കിൽ ശരണ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട് അവൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ സാർ എന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല, ഈ കേസ് അങ്ങനെ ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, പ്രതികൾക്ക് എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ സമയത്ത് സഹോദരൻ്റെ കൂടെയാണ് ശരണ്യ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ശരണ്യ കാണുന്നുണ്ട് ലോക്കപ്പിൽ ഈ 4 ചെറുപ്പക്കാരും അവിടെ കിടക്കുന്നത്. ശരണ്യ കാണുകയാണ്. ശരണ്യക്ക് അങ്ങോട്ടേക്ക് നോക്കാനേ മനസ്സ് വരുന്നില്ല. കാരണം തൻ്റെ ജീവിതം കടിച്ചു മുറിച്ച് കളഞ്ഞ 4 ക്രൂരന്മാരാണ് എന്നുള്ള ഒരു ചിന്ത ശരണ്യയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ശരണ്യ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. ശരണ്യ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ട്. ശരണ്യക്ക് പേടിയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ഒക്കെ പേടിയാട്ടോ. അപ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയും സഹോദരനും കൂടിയിട്ടാണ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇവളുടെ ഒരു തെളിവെടുപ്പ് എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ജനം കൂടും. അതുകൊണ്ട് പ്രതികളെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഇഷ്യൂ ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ശരണ്യ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അങ്ങനെ CIയും അതുപോലെ SIയും നമ്മുടെ DYSP ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ശരണ്യയെ ഭയങ്കര കംഫർട്ടാക്കി നിർത്തുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരിയും രോഹിത്തിനെയും മറ്റ് 2 പേരെയൊക്കെ പോലീസുകാർ ശരണ്യയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവരെ കാണുമ്പോൾ തന്നെ ശരണ്യ അങ്ങനെ ഭയങ്കര സങ്കടം വരട്ടെ. ഹരിയെ കാണുമ്പോൾ തന്നെ ശരണ്യക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഹരിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല കേട്ടോ. താൻ ഇങ്ങനെ നശിപ്പിച്ച പെൺകുട്ടിയാണ്, ജീവിതം നശിപ്പിച്ച പെൺകുട്ടിയാണ് എന്നുള്ള ചിന്തയല്ല അങ്ങനെ ഹരിക്കുള്ളത്. ഹരിയുടെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നുള്ള കാര്യമാണ്. ഇവൾക്ക് വേണ്ട പണവും സ്വർണവും ഒക്കെ കൊടുത്തില്ല, പിന്നെ എന്തിനാണ് ഇവൾ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ഹരിക്കുള്ളത്. പക്ഷേ രോഹിത് ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് ശരണ്യയുടെ കരച്ചിൽ കണ്ടിട്ട്. ശരണ്യ ആകെ വിഷമിച്ച് പൊട്ടി കരഞ്ഞു പോവുകയാണ്. അപ്പോൾ രോഹിത് ആകെ വിഷമിച്ച് പോവുകയാണ്. രോഹിത്തിനും ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അവൻ മുഖം തിരിച്ച് അവിടുന്ന് ഏങ്ങി ഇങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ പോലീസാണെങ്കിൽ ഈ 4 പേരെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയാണ് ശരണ്യക്ക്. ശരണ്യ പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹരിയുടെ കഴുത്തിൽ ഇങ്ങനെ കുത്തി പിടിച്ചുകൊണ്ട് ഹരിയുടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവൻ്റെ മേലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, എന്തിനാടാ നീ എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിന്നെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടും വിശ്വസിച്ചത് കൊണ്ടും അല്ലേ ഞാൻ നീ വിളിച്ചപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ ഇറങ്ങി വന്നത്? എന്നിട്ട് നീ എന്നോട് കാണിച്ചത് എന്താടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹരിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. ശരണ്യ പൊട്ടിക്കരയട്ടോ. അവിടെ ഒരു കൂസലും കൂടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഹരിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഹരിയുടെ ആകെ പ്രശ്നം ശരണ്യ കേസ് കൊടുത്ത് ഞങ്ങൾ അകത്തായി എന്നുള്ളതാണ്. രോഹിത് ആണെങ്കിൽ പേടിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ശരണ്യയുടെ മുഖത്തേക്ക് പോലും രോഹിത് നോക്കുന്നില്ല. അങ്ങനെ ശരണ്യ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നില്ലേ? എന്നെ എന്തിനാണ് ജീവനോടെ ബാക്കി വെച്ചത്? ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു? നിങ്ങളെല്ലാം ചേർന്ന് എന്നെ നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ശരണ്യ അവിടെ ഭയങ്കര കരച്ചിലാണ്. അന്നേരം ആ SI മധുസൂദനൻ നായർ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കെ, ഇവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവന്മാർ ഇനി പുറം ലോകം കാണില്ല. നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്റെ മൊഴി എടുക്കാനാണ്. അത് കിട്ടിയിട്ട് വേണം ഇവന്മാരെ പുറം ലോകം കാണാത്ത രീതിക്ക് എനിക്ക് പൂട്ടാനായിട്ട്. ഇനി മോള് പറ, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശരണ്യക്കാകെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കും തോറും സങ്കടമാണ്. അവളുടെ മാനസിക നിലയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. മനസ്സൊക്കെ സമനില വിട്ടു പോവുകയാണ്. ആ കണ്ണിലൊക്കെ ഇരുട്ട് കയറിയതുപോലെ ഇങ്ങനെ പോകണം. അവൾ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ എല്ലാവരും ചേർന്ന് അവളെ താങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ് പറയുന്നുണ്ട്, മധുസൂദനൻ നായർ പറയുന്നുണ്ട്, മോളിങ്ങനെ വിഷമിക്കണ്ട, എന്താണെങ്കിലും മോൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മോൾക്ക് പറയാവുന്നത് പോലെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കണം. മോളുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അന്ന് തന്ന മൊഴിയിൽ
അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അറിയണം. നമുക്ക് കോടതിയിൽ കേസ് വിളിച്ചിട്ടുണ്ട്, നെക്സ്റ്റ് ഹിയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയാലേ ഇവർക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിൽ ആരാണ് മോളുടെ കാമുകൻ ആയിട്ട് എന്ന് മോളെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരണ്യ ആകെ തകർന്നു പോകട്ടെ. തൻ്റെ ജീവിതം നശിപ്പിച്ച 4 പേരാണ് മുന്നിൽ നിൽക്കുന്നത്. അവരെ മുൻനിർത്തിക്കൊണ്ടാണ് തന്നോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. അവളോട് തന്നെ ഒരു പുച്ഛം തോന്നുകയാണ്. കാരണം തൻ്റെ ശരീരത്തോട് തന്നെ, തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഉറുമ്പരിക്കുന്ന അല്ലെങ്കിൽ പുഴു അരിക്കുന്നത് പോലെ ശരണ്യയ്ക്ക് ഒരു ഫീലൊക്കെ തോന്നുകയാണ്. അപ്പോൾ ശരണ്യ പെട്ടെന്ന് സാർ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീഴാൻ പോവുകയാണ്. അപ്പോൾ തന്നെ മധുസൂദനൻ നായർ പറയുന്നുണ്ട് അവരെ പെട്ടെന്ന് സെല്ലിലേക്ക് ആക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. പിന്നീട് ശരണ്യ എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കുകയാണ്. ശരണ്യ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അവളൊന്ന് ഓക്കെ ആവട്ടെ, മൊഴി എടുക്കാനൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് വരാം എന്നൊക്കെ ഇനി അവരുടെ മുന്നിലേക്ക് അവളെ കൊണ്ടുവരേണ്ട എന്ന് പറയണം മധുസൂദനൻ നായർ. അവൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് അച്ഛനോടും മമ്മിയോടും ചോദിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞിരുന്നു സാറേ, ഹരി എന്ന് പറയുന്നവൻ അവൾക്ക് എന്തോ വെള്ളം കൊടുത്ത ശേഷം അവൾക്ക് ആകെ ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അവൾ എഴുന്നേറ്റപ്പോൾ അവന്മാരെല്ലാം അവളുടെ നഗ്നമായ വീഡിയോ കാണിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു സാറേ എന്ന് പറയാട്ടോ. ഇത് പുറത്ത് പറഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരും കാണുമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവളുടെ കയ്യിൽ കുറച്ച് ക്യാഷും ഗോൾഡും ഒക്കെ വെച്ച് കൊടുത്തു എന്നാണ് ശരണ്യയുടെ സഹോദരൻ പറയുന്നത്. അച്ഛനും അമ്മയും എന്ത് പറയണമെന്നറിയാതെ തകർന്ന മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ ചേട്ടനാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരണ്യയുടെ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ പെങ്ങളുടെ ജീവിതം പോയില്ലേ, ഞങ്ങളുടെ കുടുംബം തന്നെ നശിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ പഠിപ്പ്, ഒരു ചെറിയ കുട്ടിയല്ലേ സാറേ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ശരണ്യയുടെ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണലാവാണ്. അച്ഛനും അമ്മയും ആ സമയത്ത് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അന്നേരം DYSP മധുസൂദനൻ പറയുന്നുണ്ട് ആ വീഡിയോ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, അത് അവൻ്റെ ഫോണിൽ നിന്ന് ഞങ്ങൾ നീക്കം ചെയ്തോളാം, അവൻ്റെ ഫോണും പെൻഡ്രൈവും ഒക്കെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എല്ലാ ഡീറ്റെയിൽസും, അതായത് CD-യും പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ DYSP ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. സ്റ്റേഷനിൽ എത്തിയ ശേഷം DYSP ചോദിക്കുന്നുണ്ട്, ഹരിയുടെ അടുത്താണ് ആദ്യം ചോദിക്കുക, നീ ആണോട് ആ പെൺകുട്ടിയുടെ വീഡിയോ ഫോണിൽ പകർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറ് ഞാനൊന്നും പകർത്തിയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഹരിയുടെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് പന്നെ കള്ളം പറയുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് വീണ്ടും ഇടിക്കുന്നുണ്ട്. എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, ഇനി നിങ്ങൾ സത്യം പറയുക എന്നത് മാത്രമേ വഴിയുള്ളൂ, കള്ളം പറഞ്ഞാൽ നിൻ്റെയൊക്കെ നട്ടല്ല ഞാൻ ഒടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പറയടാ നിൻ്റെ ഫോണിലാണോ അവളുടെ വീഡിയോ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി പറയും അതെ സാറേ എന്ന് പറയണം. നീ കൊള്ളാലോടാ, സംഭവം പുറത്ത് പറയാതിരിക്കാൻ അവൾക്കെതിരായിട്ടുള്ള ഒരു കച്ചിത്തിരുമ്പ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവന് ഇടിക്കുന്നുണ്ട്. കോൺസ്റ്റബിളിനോട് പറയണം ഇവൻ്റെ ഫോൺ ആ ഷെൽഫിലുണ്ട്, അത് എടുത്തിട്ട് വാ. പിന്നെ അതേപോലെ അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ CD, പെൻഡ്രൈവ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരണം എന്ന് പറയണം. അങ്ങനെ പോലീസ് കോൺസ്റ്റബിൾ ഹരിയുടെ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹരിയുടെ ഫോണും മറ്റ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹരിയോട് ലോക്ക് തുറന്നു കൊടുക്കാൻ പറയാണ് ഫോണിൻ്റെ. അങ്ങനെ DYSP മധുസൂദനൻ നായരും SIയും CIയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോണ് ചെക്ക് ചെയ്യാണ്. ഫോണും പെൻഡ്രൈവും അവിടുന്ന് കിട്ടിയ CD-യും പിന്നെ ഹാർഡ് ഡിസ്കും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിലിങ്ങനെ ശരണ്യയുടെ വീഡിയോ കാണുമ്പോൾ അയാൾ ചോദിക്കാൻ ഇതല്ലേടാ പെൺകുട്ടിയുടെ വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയണം അതേ സാറേ അത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ DYSPക്ക് ആ ഒരു വീഡിയോ വനിതാ പോലീസിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ച ശേഷം അത് ഉറപ്പ് വരുത്തുക കേട്ടോ. കാരണം തെളിവാണല്ലോ. അന്നേരം ഫോണിലാണെങ്കിൽ ഒരുപാട് വീഡിയോസ് അതുപോലെയുള്ള മോശമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. നീ ആൾ കൊള്ളാലോടാ, ഇതിൽ 1, 2 ഒന്നും അല്ലല്ലോടാ, നീ എത്ര പേരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാ എന്നൊക്കെ ചോദിച്ച് ഹരിയോട് വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ഇല്ല സാർ ഞാൻ വേറെ ആരെയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഹരി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഫോണിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആ മധുസൂദനൻ നായർ തന്നെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ ആരെയും ഒന്നും വിശ്വാസമില്ല, ഇതൊക്കെ ഒരു തെളിവാണ്. അതുകൊണ്ട് ചിലപ്പോൾ കോടതിയിൽ അങ്ങനെ കാണിക്കേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട് അപ്പം അതൊന്നും അവിടുന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കും, അത് ആ പ്രതികളെ അനുകൂലിക്കുന്നത് പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കുന്നില്ല. പിന്നീട് ഓരോ വീഡിയോയും ഫയലൊക്കെ തുറന്നു നോക്കുന്നുണ്ട്, CD-യും പെൻഡ്രൈവും ഹാർഡ് ഡിസ്കും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ ഇവൻ ശരണ്യെ പോലെ തന്നെ മറ്റു പെൺകുട്ടികളുടെ വീഡിയോ ഒക്കെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം അതായത് കുറേ പെൺകുട്ടികളുടേത് ഇങ്ങനെ പല തരത്തിലുള്ള ഒരു ടോയ്ലറ്റിൻ്റെയും അതുപോലെയുള്ള ഡ്രസ്സിങ് മാറിക്കിടക്കുന്നത് അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് അവൻ്റെ ഫോണിലൊക്കെ ഉണ്ടാവും. എന്താടാ നീ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല അല്ലേടാ എന്നൊക്കെ പറഞ്ഞ് 2 തല്ല് കൊടുത്ത ശേഷം ആ വീഡിയോ അങ്ങോട്ട് വീണ്ടും മറ്റുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ പോലീസാണെങ്കിൽ അവൻ്റെ പഴയ ഫോണൊക്കെ തപ്പി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാ ഫോണും പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഓണാക്കിയ സമയത്താണ് ബബിതയുടെ വീഡിയോ അതിൽ കാണുന്നത്. ബബിതയും അമലും തമ്മിലുള്ള ഒരു വീഡിയോ അതിൽ കാണുക കേട്ടോ. ഹരി ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവർ 2 പേരും കൂടെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നതും അത് പിന്നീട് അവിടെ പോയിട്ട് അവിടെ നടക്കുന്ന
ചെയ്യുന്നത് എന്താണെന്ന് ആ ഗ്ലാസ്സിലേക്ക് ഫോൺ ചേർത്ത് വെച്ചിട്ട് എടുത്ത വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിങ്ങനെ DYSPയുടെ കണ്ണിൽ പെടുകയാണ്. എന്നിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഇത് ആ ബാലചന്ദ്രൻ്റെ മകളുടെ വീഡിയോ അല്ലേ, മകളല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഞെട്ടലോട് കൂടിയിട്ട് ആ ഫോണിലേക്ക് നോക്കുമ്പോൾ അത് ബബിതയുടെ വീഡിയോ ഇട്ട് രോഹിത്തിനാണ് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. രോഹിത് വളരെ ദേഷ്യത്തിൽ തുറിച്ച് ഹരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഹരിയാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് DYSP പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ അടുത്തായിട്ട് പറയാണ്, കൊള്ളാലോടാ നിൻ്റെ പെങ്ങളുടെ വീഡിയോ വരെ ഇവൻ്റെ പക്കലുണ്ട്, നീ കൂടി അറിഞ്ഞിട്ടാണോ? അല്ല സാറേ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്ന് പറയണം. അത് മാത്രമല്ലല്ലോ, നീയും കൊള്ളാം, നിൻ്റെ പെങ്ങളും കൊള്ളാലോ, നിൻ്റെ പെങ്ങളിത് വേറൊരുത്തൻ്റെ കൂടെയാണ്, അത് ഇവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ല സാറേ ഞാനല്ല എന്ന് പറയാണ് ഹരി. നീ അല്ലെങ്കിൽ പിന്നെ ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ ഇതൊരു കാമുകനാണ്. അതെങ്ങനെയാടാ നിൻ്റെ കയ്യിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു ദിവസം അവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊരു വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ട് ഞാൻ ഫോളോ ചെയ്തതാണ് എന്ന് പറയണം. അന്നേരം ഞാൻ എടുത്ത വീഡിയോ ആണ് എന്ന് പറയട്ടെ. നീ എന്തിനാണ് അത് വീഡിയോ എടുക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചുമ്മാ എനിക്ക് മനസ്സിലായി, ആ വീഡിയോ കാണിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല സാറേ എന്ന് പറയണം. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയണം, അതെ സാർ ഞാൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു, പക്ഷെ അവൾ അതിനൊന്നും സമ്മതിച്ചില്ല, അവൾ എൻ്റെ ഫോൺ കൊണ്ടുപോയി നശിപ്പിച്ചു, പിന്നീട് അങ്ങനെ വാട്സപ്പ് ഇൻസ്റ്റാൾ ആക്കിയപ്പോഴാണ് അത് വീണ്ടും കിട്ടിയത് എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് രോഹിതാകെ തകർന്നു പോവുകയാണ്. ബബിത ഇങ്ങനെ അമലുമായിട്ട് ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഹരി അറിഞ്ഞിട്ട് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ രോഹിതിന് ഭയങ്കര വിഷമം തോന്നുകയാണ്. അപ്പോൾ എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ കൂടി അറിഞ്ഞിട്ടാണോടാ ഇതൊക്കെ, നീ കണ്ടതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല സാർ എനിക്ക് അറിയത്തില്ല, എനിക്കിതൊന്നും അറിയത്തില്ല, നിൻ്റെ പെങ്ങളല്ലേ, പിന്നെ എങ്ങനെ ഇതുപോലെ ചെയ്യാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നീയും ഇതുപോലെ ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും നിൻ്റെ വീട്ടിലും കയറി ചെയ്യുമെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയണം. അതായത് മറ്റൊരു പെൺകുട്ടിയെ നമ്മൾ ഉപദ്രവിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുണ്ടെന്ന് ഓർത്തോളണം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീണ്ടും അവർ പിടിച്ച് തല്ലുന്നുണ്ട്. ഒരു വലിയ പുണ്യാളൻ വന്നേക്കുന്നു, സ്വന്തം വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അതായത് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണേണ്ട പെൺകുട്ടിയല്ലേ, സ്വന്തം അനിയത്തി തന്നെയല്ലേ ഹരിശങ്കറിന്, നിൻ്റെ അനിയത്തിയും, എന്നിട്ട് അവളോട് ഇവൻ ചെയ്തത് എന്താണ്, എന്നിട്ട് നീ ഇവന് വേണ്ടിയിട്ടാണോ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയെ പറ്റിയിട്ട് ഒന്നും വിട്ട് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല രോഹിത് കേട്ടോ, കാരണം പെട്ടുപോയപ്പോൾ എല്ലാവരും പെട്ടു അത്ര തന്നെ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കട്ടെ, അറിയട്ടെ എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ കുടുംബ പാരമ്പര്യമാണിതെന്നൊക്കെ, ഇനി നിൻ്റെ അച്ഛന് വേറെ വല്ല അവിഹിതം ഉണ്ടോ, അമ്മയ്ക്ക് വല്ലതും ഉണ്ടോ, നിനക്ക് വേറൊരു അനിയത്തി കൂടിയില്ലേ, എല്ലാവർക്കും നിങ്ങൾ മൊത്തത്തിലൊരു അവിഹിത ഫാമിലി ആണോടാ എന്നൊക്കെ ചോദിച്ച് രോഹിത്തിനോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ അതായത് മോശമായിട്ടല്ല, രോഹിത്തിനോട് ഭയങ്കര ഇതിലിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അലീനയാണ് ആ ഫോൺ എടുക്കുന്നത്. കാരണം ബാലചന്ദ്രൻ്റെ ഫോൺ അലീനയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോഴും വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ, അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ഒരു മൈനർ അറ്റാക്ക് വന്നിട്ട് എന്ന് പറയുന്നത്, ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. എന്നാൽ അടുത്ത് അറ്റാക്ക് വരാനുള്ളത് അയാളുടെ ഭാര്യയുടെ സഹോദരൻ്റെ മകൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയണം. സാർ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാണ് DYSP. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനാണ് സാർ അലീന, അന്ന് പോലീസ് സ്റ്റേഷനിൽ സാറ് വന്ന് എന്നെ രക്ഷിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. അലീനയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സാറേ, എന്താ സാറേ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, ഹരിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയ വീഡിയോയുടെ കാര്യം അങ്ങ് പറയുകയാണ്. ഇത് കേട്ട് അലീന ആകെ ഞെട്ടലോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അവളുടെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടാകും. എന്താ സാറേ, അതെ ഇവരെന്തായാലും കൊള്ളാം, നീ ഒറ്റൊരുത്തിയാണ് ഇവന്മാർക്കൊക്കെ വളം വെച്ച് കൊടുത്തത്, അന്ന് നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നീ ഒരു കംപ്ലൈൻറ്റ് തന്നിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ DYSPയോട് അലീന പറയുന്നുണ്ട്, സാർ ഞാനത് അന്ന് ഇവിടെ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് പറയുമ്പോൾ സാരമില്ല, എന്താണെങ്കിലും അവിടെ മൊത്തം ഇങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുന്നുണ്ട് DYSP. ഇത് കേട്ട് അലീന ആകെ വിഷമിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഫോൺ കട്ടാക്കിയതിന് ശേഷം അലീന പൊട്ടി കരയുന്നത് കണ്ടിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. അല്ല എന്തെങ്കിലും ഒന്നില്ലാതെ ചേച്ചി കരയില്ലല്ലോ, എന്താ പ്രശ്നം ചേച്ചി എന്നോട് പറ എന്നൊക്കെ പറയുമ്പോൾ അലീന DYSP മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണയോട് തുറന്ന് പറയാണ്. ഇത് കേട്ട് കൃഷ്ണമോൾ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഹരിയേട്ടൻ ഇത്ര വൃത്തികെട്ടവനായിരുന്നു അല്ലേ ചേച്ചി? പിന്നെ അത് മാത്രമല്ല, ബബിതേച്ചിയും ആള് കൊള്ളാലോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ചേച്ചി, ബബിതേച്ചി അയാളുമായിട്ടുള്ള അമലുമായിട്ടുള്ള കൂട്ടുകെട്ട് വളരെ മോശമാണെന്ന്, അവന്
നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ ബബിതേച്ചിയും തെറ്റിലേക്ക് പോയല്ലോ, അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് ചേച്ചിയും പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണേട്ടോ. അപ്പോൾ ഈ വിവരങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ ബബിതയോട് പറയേണ്ട കാര്യം, ബബിതയോട് നമുക്ക് സാവധാനം ചോദിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ, ഈ വീഡിയോ അവൻ്റെ ഫോണിലുണ്ട്, എന്താണെങ്കിലും ഇത് വലിയ കേസ് തന്നെയാകും എന്നൊക്കെ പറയണം. ഇനിയിപ്പോൾ അമലിനെയും പോലീസൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ നടക്കാൻ പോകണമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും അച്ഛനോ ആരെങ്കിലുമൊക്കെ ഒന്ന് വരട്ടെ, അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, അല്ലെങ്കിൽ മനുവേട്ടനെങ്കിലും വരട്ടെ, എന്നിട്ട് നമുക്കിത് പറയാം എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ പിന്നീട് അതൊക്കെ കഴിഞ്ഞ് DSP മധുസൂദൻ രോഹിത്തിൻ്റെയും ഹരിയുടെയും ഒക്കെ മറ്റ് 2 പയ്യന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങളുടെ പ്രായമല്ലേടെ അവൾക്കുള്ളൂ, അവളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിൻ്റെ സ്വന്തം പെങ്ങന്മാരോട് നീയൊക്കെ ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അന്നേരം രോഹിത്ത് പറയണം, അയ്യോ സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവരുടെ കൂടെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, നിർത്തടാ, നിൻ്റെയൊക്കെ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ട, അല്ല സാർ ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് നടന്ന കാര്യങ്ങൾ മൊത്തം DSPയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവനെല്ലാം ചേർന്ന് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയിരുന്നു, അങ്ങനെ ഞാൻ രക്ഷപ്പെടുന്നത് കണ്ട് അവരെല്ലാം ചേർന്ന് എന്നെ പിടിച്ചൊരു റൂമിൽ പൂട്ടിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നെക്കൊണ്ട് നിർബന്ധിച്ച് അവളുടെ വീഡിയോ ഒക്കെ എടുപ്പിച്ചു ഇവന്മാർ, ഈ രോഹിത്ത് എന്ന് പറയണ, ഈ ഹരി എന്ന് പറയണ രോഹിത്ത്, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ DSP ഹരിയോട് ചോദിക്കും, ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാറേ, ഇവനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ 4 പേരും ചേർന്നുകൊണ്ടാണ് അവളെ പീഡിപ്പിച്ചത് എന്ന് പറയണം. അപ്പോൾ അവൻ്റെ ഒരു ആവേശം കണ്ടില്ലേ, എന്തൊരു വലിയ സംഭവം ചെയ്ത പോലെയാണ് അവൻ്റെ സംസാരം എന്ന് DSP അവനെ ഒരു ഇടി കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും രോഹിത്ത് പറയുന്നുണ്ട്, അയ്യോ അല്ല സാറേ, ഇവൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്, ഞാൻ അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറയുമ്പോൾ രോഹിത്ത് ഇങ്ങനെ ഭയങ്കര പൊട്ടിക്കരണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് രോഹിത്തിൻ്റെ ഭാവത്തിലും ഇതൊക്കെ കരച്ചിലൊക്കെ കണ്ടിട്ട് അവൻ്റെ ഭാഗത്ത് എന്തോ സത്യമുള്ളതുപോലെ DSPക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതങ്ങനെ തുറന്ന് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഹരിക്ക് 2-4 പൊട്ടിക്കുകയാണ്. ആ സമയത്ത് ഹരി പറയുന്നുണ്ട്, അയ്യോ സാർ ഇനി എന്നെ തല്ലല്ലേ, ഇനി എന്നെ തല്ലിയാൽ ഞാൻ ചത്തുപോകും, എന്നാൽ സത്യം പറയട്ടെ, ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ സാറേ ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞങ്ങൾ 3 പേരും ചേർന്നുകൊണ്ട് ഇവനെ റൂമിൽ പൂട്ടിയിടുകയാണ് ചെയ്തത്, ഞങ്ങൾ 3 പേരാണ് അവളെ ഉപദ്രവിച്ചത് എന്നുള്ള സത്യങ്ങൾ ഹരി അവിടെ തുറന്ന് പറയാണ്. ഇത് ഈ കേസിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്, പക്ഷേ DSP പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഒരാൾ തെറ്റ് ചെയ്തില്ല എന്ന് കരുതിയിട്ട്, നീ ഒന്നും ചെയ്തില്ല എന്ന് കരുതിയിട്ട് നിനക്കുള്ള ശിക്ഷ കുറഞ്ഞു പോകുന്നില്ല, കാരണം നീ അവിടെ ഇവരുടെ ഗൂഢാലോചനയിൽ നിനക്ക് പങ്കുണ്ടായിരുന്നു, നീ അവിടേക്ക് ചെന്നത് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു, അതുകൊണ്ട് എന്താണെങ്കിലും നീ അവളെ അവിടെ പീഡിപ്പിക്കാൻ തന്നെയാണ് അങ്ങോട്ടേക്ക് ചെന്നത്, അതുകൊണ്ട് നിനക്ക് ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ നിനക്കുള്ള ശിക്ഷ ഇവരെക്കാൾ ചെറുതായിരിക്കും, എന്തെങ്കിലും ഇത്തിരി 2 വർഷം എന്തെങ്കിലും കുറഞ്ഞു കിട്ടും, അല്ലാതെ വേറൊരു ശിക്ഷ നിനക്ക് കുറയാനൊന്നും പോണില്ല എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടി വന്ന് സത്യങ്ങളൊക്കെ തുറന്ന് പറയണം, നീ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ കോടതി ഒരു പക്ഷേ നിന്നെ വെറുതെ വിടും എന്നൊക്കെ പറഞ്ഞ് DSP പറയണം. അന്നേരം രോഹിത്താണെങ്കിൽ ഭയങ്കര സങ്കടം വന്നിട്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. ഹരിയുടെ മുഖത്ത് എപ്പോഴും പുച്ഛഭാവം തന്നെയാണ്. അവൻ്റെ പുച്ഛഭാവം കണ്ടിട്ട് DSP പറയുന്നുണ്ട്, നീയാണടാ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അല്ലേ എന്ന് ചോദിക്കുകയാണ്, നിൻ്റെ വൃത്തികെട്ട ബുദ്ധിയാണല്ലേ ഇതൊക്കെ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ നിനക്ക് വാങ്ങിത്തരുമടാ എന്ന് പറയാണ്. അങ്ങനെ ലോക്കപ്പിലേക്ക് തന്നെ വീണ്ടും ആക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലീന ബാലചന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അവളെ കണ്ട് ബാലചന്ദ്രൻ ചോദിക്കും, ആ മോളെ വീട്ടിലെ സ്ഥിതി എന്താണ്, എന്തായാലും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ലേ, അതുകൊണ്ട് അവർ വീട്ടിലുണ്ട് പറയണം. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ രോഹിത്തിൻ്റെ കാര്യം വല്ലതും അറിയാൻ പറ്റിയോ? ഇല്ല അച്ഛാ, ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല, അവർ മനുവേട്ടൻ കാണാൻ പോയെങ്കിലും പോലീസ് അവർ കാണിക്കുന്നില്ല എന്ന് പറയാണ്. പിന്നെ നിന്നെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്തായി, നിന്നെ അതിനുള്ളത് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, വിട്ടേക്കച്ചാ, അതൊന്നും സാരമില്ല, അത് അന്നത്തെ ആ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു എന്ന് പറയണം. പിന്നെ ശിവനങ്കിൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആര് വന്നിട്ട് എന്താ കാര്യം മോളെ, ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റില്ല, ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടി നശിപ്പിച്ചതല്ലേ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണുകളോടുകൂടി പറയണം ബാലചന്ദ്രൻ. അന്നേരം അലീന പറയും, അച്ഛാ ഞാൻ എൻ്റെ ഒരു സംശയം പറയാം, രോഹിത്ത് തെറ്റുകാരൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അവനെ കൊണ്ട് അതൊന്നും പറ്റില്ല അച്ഛാ, ആ പെൺകുട്ടിയെ പിച്ച് ചിന്താനൊന്നും അവന് പറ്റില്ല, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മോൾ ഇതൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അല്ല അച്ഛാ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് എന്ന് പറയണം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബബിതയായിട്ട് അലീന സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ബബിതയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ പോകുമ്പോൾ ബബിത തൻ്റെ കാമുകനായിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന പുറത്തു നിന്ന് അതൊക്കെ കേൾക്കുന്നുണ്ട്. ഒടുക്കം അലീന ഡോറിൽ മുട്ടുമ്പോൾ ബബിത ഡോർ തുറന്നിട്ട് അലീനയോട് ചോദിക്കും, നിനക്ക് എന്താടി വേണ്ടത്, നീ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, നീ ആരുമായിട്ടാണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബബിത ഒന്ന് പരുങ്ങുന്നുണ്ട്. അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ, നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത തിരിച്ചങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നീ അന്ന് ഇവിടെ വന്ന പയ്യനുമായിട്ടല്ലേ സംസാരിച്ചത്, എനിക്ക് അത് മനസ്സിലായി, നിൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുവാണ്,
അവനുമായിട്ടുള്ള ബന്ധം നിനക്ക് നല്ലതിനല്ല മോളെ, അത് നിന്നെ ദോഷം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ അങ്ങ് സഹിച്ചു, നീ എൻ്റെ കാര്യം നോക്കാൻ വരണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബബിത അങ്ങ് ഡോർ അടയ്ക്കാൻ പോകുമ്പോൾ അലീന പറയുന്നുണ്ട്, ഫുഡ് എടുത്ത് വെച്ചിട്ട് നീ കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, നീ ഉണ്ടാക്കിയ ഫുഡല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയോട് പറയുന്നുണ്ട്, പോലീസുകാർ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, അതിലെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയണം. അപ്പോൾ ബബിത ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. ഹരിശങ്കറിൻ്റെ ഫോൺ പരിശോധിച്ച പോലീസുകാർ അതിലൊരു വീഡിയോ കണ്ടു, അതിലെ പെൺകുട്ടിയുടെ മുഖം നിൻ്റേതാണ്, അത് നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഞെട്ടിപ്പോവാണ്. കാരണം ആ വീഡിയോ ബബിതയെ കാണിച്ചതാണല്ലോ. നീ എന്തൊക്കെയാണ് പറയണത്? ഹരിശങ്കറിൻ്റെ ഫോണിലെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനെങ്ങനെയാക്കും? അതല്ല, ഹരിശങ്കറിൻ്റെ ഫോണിൽ ഒരു വീഡിയോ കണ്ടു, നിൻ്റെ കൂടെ അന്ന് ഇവിടെ വന്ന ചെറുക്കനും നീയും കൂടെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നതും അവിടെ വെച്ചുള്ള സംഭവങ്ങളൊക്കെ ഹരിശങ്കർ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് പോലീസ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അന്വേഷിക്കാനായിട്ട് പോലീസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഞാനൊരു മുൻകൂറായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ പറയണം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ബബിത. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ബബിത നിൽക്കുന്നത്. കാരണം ബബിതയ്ക്ക് അറിയാം തൻ്റെ വീഡിയോ ആണ് അത് എന്നുള്ളത്. കാരണം ബബിതയെ കാണിച്ചതാണല്ലോ ഹരി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത് എൻ്റെ വീഡിയോ ഒന്നുമല്ല, ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് വാതിലടയ്ക്കാൻ നിൽക്കുമ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, മോളെ അവർ അത്രയും വ്യക്തമാക്കിയിട്ടാണ്, രോഹിത്തിനെ വരെ കാണിച്ചു കൊടുത്തിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത്. രോഹിത് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ബബിതയാണ് അതിലുള്ളത് എന്ന്. അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും, എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ബബിത ആകെ തകർന്നു പോവുകയാണ്. ഒന്നും പറയാതെ റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ് ബബിത. അങ്ങനെ അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് പോകുന്നുണ്ട്. അലീന പിന്നീട് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ബബിതേച്ചിയോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയാതെ പറ്റില്ലല്ലോ, എന്താണെങ്കിലും പോലീസ് വരില്ലേ ഇങ്ങോട്ടേക്ക്, അപ്പോൾ ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എന്താണെങ്കിലും ഇതിന് ശേഷം ബബിതയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഈ കേസൊക്കെ പിന്നീട് ബാലചന്ദ്രനും വൈജയന്തിയൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കേസിൽ നിന്നും ബബിതയെ രക്ഷിക്കുന്നത് അലീന തന്നെയായിരിക്കും. രോഹിത്തിനെയും ബബിതയും ഒക്കെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അലീനയാണ്. പക്ഷേ എന്തൊക്കെ അലീന ചെയ്തിട്ടും വൈജയന്തി ഒരിക്കലും അലീനയെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവസാനം വൈജയന്തിയുടെ നിർബന്ധപ്രകാരം തന്നെ ബാലചന്ദ്രനോട് അലീനയാണ് നിർബന്ധിക്കുന്നത്, അച്ഛാ ഞാൻ ഇവിടെ നിന്ന് പോകാൻ, കാരണം ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണയ്ക്കും ഒക്കെ അമ്മയെ വേണം, അവർ ഇനിയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം, ഇനി അവരൊരു കുഴപ്പത്തിലേക്കും പോവാതിരിക്കാനൊക്കെ മാഡം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഇങ്ങനെ പറയുന്നത് കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, വീട്ടിലേക്ക് തിരിച്ചു വരാൻ വൈജയന്തിയോട് പറയുമ്പോൾ അലീന ഉണ്ടെങ്കിൽ വരില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈജയന്തി തിരിച്ചു വരാനായിട്ട് അലീനയെ പറഞ്ഞയക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ബാലചന്ദ്രൻ. പക്ഷേ എങ്ങനെ എവിടേക്കെങ്കിലും ഒന്നും പറഞ്ഞയക്കാൻ താല്പര്യപ്പെടുന്നില്ല, മാമച്ചായൻ്റെ വീട്ടിലേക്ക് പോലും പറഞ്ഞയക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അവസാനം ബാലചന്ദ്രൻ തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അലീനയെ ആരുടെ കൈകളിലേക്കാണോ എത്തിക്കേണ്ടത് എന്ന് അന്വേഷിച്ചിട്ട് തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ അവസാനം അലീനയെ എത്തിക്കേണ്ട കൈകളിൽ തന്നെ ബാലചന്ദ്രൻ എത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.